നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ISLനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് തുടർച്ചയായി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ ഒഫീഷ്യലായിട്ട് അവരുടെ നെക്സ്റ്റ് ജെൻ കപ്പിന് പോകുന്ന റിസർവ് ടീമിൻ്റെ ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുകയാണ്. ഗോൾ കീപ്പർ സ്ഥാനത്ത് 3 പേരാണ്. സച്ചിൻ സുരേഷ്, മുഹിത് സർദാർ ഖാനും അതേപോലെ തന്നെ മുഹമ്മദ് മുർഷിദുമാണ്. അതേപോലെ തന്നെ നമുക്ക് ഡിഫൻഡേഴ്സിൻ്റെ പേരെടുത്ത് നോക്കുകയാണെങ്കിൽ മുഹമ്മദ് ബാസിത്ത്, അതേപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മെയിൻ ടീമിൽ കളിക്കുന്നു റോയ്, അതേപോലെ തന്നെ ബിജോയ് വർഗീസും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മെയിൻ ടീമിലുള്ളതാണ്. തേജസ് കൃഷ്ണ, മാർവിൻ ഹുസൈൻ, ഷെറിൻ ഷേഷ്, പിന്നെ അർദിര ദാസ് എന്ന് പറയുന്ന താരങ്ങളാണ് ഡിഫൻഡേഴ്സ് സൈഡിൽ കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ അടുത്തതായിട്ട് എടുത്തു നോക്കുന്നത് മിഡ്ഫീൽഡറിലും സെൻറ്റർ ഫോർവേഡായിട്ട് കളിക്കുന്ന താരങ്ങളുടെ പേരാണ്. മിഡ്ഫീൽഡർ സ്ഥാനത്ത് മുഹമ്മദ് ജാസിം, അതേപോലെ തന്നെ ജിക്സൺ സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മെയിൻ ടീമിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന താരമാണ്. അതേപോലെ തന്നെ ആയുഷ് അധികാരിയും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന താരമാണ്. അതേപോലെ തന്നെ ഗിബ്സൺ സിംഗും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മെയിൻ ടീമാണ്. മുഹമ്മദ് അസ്ര എന്ന് പറയുന്ന താരവും മിഡ്ഫീൽഡർ സ്ഥാനത്ത് ഇടം പിടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സെൻട്രൽ ഫോർവേഡ് പൊസിഷനിൽ മുഹമ്മദ് അജ്സാൽ, മുഹമ്മദ് അമീൻ, അതേപോലെ നിഹാൽ സുധീഷ് എന്ന് പറയുന്നവരാണ് ഫോർവേഡ് സ്ഥാനത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നെക്സ്റ്റ് ജെൻ കപ്പിൽ ഇടം പിടിച്ചിരിക്കുന്നത്. എന്തായാലും ഇതാണ് ബ്ലാസ്റ്റേഴ്സ് പുറത്തുവിട്ട അവരുടെ സ്ക്വാഡ്. എന്തായാലും മികച്ച വിജയം കാഴ്ചവെച്ചിട്ട് തന്നെ നെക്സ്റ്റ് ജെൻ കപ്പ് ചാമ്പ്യൻസ് ആയിട്ട് തന്നെ തിരിച്ചു വരട്ടെ എന്ന് ആശംസിക്കാം. എന്തായാലും നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കും. അടുത്ത അപ്ഡേറ്റ് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് തന്നെയാണ്. എന്താണെന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഓരോ ദിവസവും ചെല്ലുമ്പോഴും അൽവാലയുടെ പകരക്കാരനെ ഓരോരുത്തരുടെയും പേരാണ് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ഓരോ റൂമറുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതുവരെയായിട്ടും അതൊരു സത്യമാകാനും സാധിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോൾ വരുന്ന ന്യൂസ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇതും ഒരു റൂമർ മാത്രമാണ്. അൽവാരയുടെ പകരക്കാരനായി അർജന്റീനിയൻ സൂപ്പർ താരം വരാൻ പോകുന്നുവെന്ന്. ഫ്രാൻസിസ്കോ ഡേവിഡ് എന്ന് പറയുന്ന 29 വയസ്സ് മാത്രം പ്രായമുള്ള താരം ബ്ലാസ്റ്റേഴ്സുമായിട്ട് ലിങ്ക് ചെയ്തിപ്പോൾ ഒരു ന്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും താരവുമായിട്ട് ബ്ലാസ്റ്റേഴ്സ് ഇതുവരെയായിട്ടും ചർച്ച നടത്തിയിട്ടായിട്ട് നമുക്കൊരു ന്യൂസും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് പക്കാ ഒരു റൂമറായിട്ട് മാത്രം കരുതിയാൽ മതി. എന്തായാലും താരം വരികയാണെങ്കിൽ തന്നെ ISL ഇന്ന് പറക്കും എന്ന് തന്നെ നമുക്ക് എടുത്തു പറയേണ്ടി വരും. കാരണം മികച്ച ഗോൾ ആട്ടക്കാരൻ തന്നെയാണ് ഈ പറഞ്ഞ താരം. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിൽ എത്തുകയാണെങ്കിൽ തന്നെ ഈ താരം വരികയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് അൽവാരോനെ കഴിഞ്ഞ് മികച്ചൊരു വമ്പൻ പകരക്കാരനെ തന്നെ കിട്ടുമെന്ന് 100% ഉറപ്പിക്കാം. പക്ഷേ ഇതൊരു ചെറിയ റൂമറായിട്ട് മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വീഡിയോയുടെ വെച്ച് നിർത്തുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.